ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? കർണ പടേഗ. എന്താണ് കർണ പടേഗ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടി വരും എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഹിന്ദിയിൽ നമ്മൾ പറയും കർണ പടേഗ. ഞാൻ ഉദാഹരണം പറയാം. എനിക്ക് അവിടെ പോകേണ്ടി വരും, മുജേ വഹാ ജാന പടേഗ. അവർക്ക് ഇവിടെ വരേണ്ടി വരും, ഉസ്കോ യഹ ആന പടേഗ. അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് കർണി പടേഗി. എന്താണ് കർണി പടേഗി? കർണ എന്നല്ല കർണി, പടേഗ എന്നല്ല പടേഗി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കർണ പടേഗ. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് കർണി പടേഗി. കർണി പടേഗി. ഇത് എപ്പോഴാണ് ഉപയോഗിക്കാൻ നോക്കാം. ഇതിന് മുന്നേ എന്താണ് മീനിങ്? അർത്ഥം സെയിം ആണ്, ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഭാവിയിൽ ചെയ്യേണ്ടി വരും എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ കർണ പടേഗ അല്ലെങ്കിൽ കർണി പടേഗി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എപ്പോഴാണ് കർണി പടേഗി ഉപയോഗിക്കാറുള്ളത്. നമുക്ക് ഒരുപാട് ക്രിയകൾ, വെർബ്സുകൾ അറിയാം അല്ലേ? ഒരുപാട് ക്രിയകൾ നമുക്കറിയാം. ഏതൊക്കെയാണ്? ജാന പോവുക, ആന വരുക, പീന കുടിക്കുക, ലിഖന എഴുതുക, പഠന വായിക്കുക, പഠാന പഠിപ്പിക്കുക. ഇതുപോലെ ഒരുപാട് വെർബ്സുകൾ, ഒരുപാട് ക്രിയകൾ നമുക്കറിയാം. ഒരു 90% ക്രിയകളുണ്ടല്ലോ, 90% ക്രിയകൾ, വെർബുകൾ എന്താണെന്നറിയോ? ഇതിന് നമ്മൾ ഹിന്ദിയിൽ മെയിലായിട്ടാണ് കാണുന്നത്. മെയിൽ എന്ന് വെച്ചാൽ ആണായിട്ട് കാണുന്നത്. പുല്ലിംഗം എന്ന് പറയും. പുല്ലിംഗം എന്താണ്? പുല്ലിംഗം. സ്ത്രീലിംഗമല്ല, പുല്ലിംഗം. മെയിൽ ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. മെയിലായിട്ടാണ് കാണുന്നത്, മെയിൽ ആണായിട്ടാണ് കാണുന്നത്. ഓക്കെ, മെയിൽ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഫീമെയിൽ എന്ന് വെച്ചാൽ സ്ത്രീലിംഗമായിട്ട് കാണപ്പെടുന്ന, ഹിന്ദി ഭാഷയിൽ സ്ത്രീലിംഗമായിട്ട് കാണപ്പെടുന്ന, പെണ്ണായിട്ട് കാണപ്പെടുന്ന കുറച്ച് ക്രിയകളുണ്ട്, വെർബ്സുകളുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏതൊക്കെ നോക്കാം? ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമതാണ് കോശിഷ് കർണ. കോശിഷ് കർണ, ശ്രമിക്കുക എന്നർത്ഥം. കോശിഷ് കർണ, ശ്രമിക്കുക. അടുത്താണ് ഷാദി കർണ. ഷാദി കർണ. ഷാദി കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ വിവാഹം കഴിക്കുക എന്നർത്ഥം. മൂന്നാമതാണ് മെഹനത് കർണ. മെഹനത് കർണ. മെഹനത് കർണ എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യുക, അധ്വാനിക്കുക, കഠിനാധ്വാനം ചെയ്യുക, മെഹനത് കർണ. അടുത്താണ് മദത് കർണ, സഹായിക്കുക. മദത് കർണ, സഹായിക്കുക. തയ്യാരി കർണ, തയ്യാറാക്കുക അല്ലെങ്കിൽ തയ്യാറാകുക. ഓക്കെ, തയ്യാരി കർണ, തയ്യാറാകുക. സഫായി കർണ. സഫായി കർണ എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യുക, ശുചീകരിക്കുക എന്നർത്ഥം. സഫായി കർണ. അടുത്താണ് പഠായി കർണ, പഠിക്കുക. പഠായി കർണ, പഠായി കറോ പറയല്ലേ? പഠായി കറോ, പഠിക്കൂ. അടുത്താണ് ദവായി ലേന. ദവായി എന്ന് പറഞ്ഞാൽ മരുന്ന് അർത്ഥം. ദവായി മരുന്ന്. ദവായി ലേന, മരുന്ന് കുടിക്കുക. മരുന്ന് കുടിക്കുക, ദവായി ലേന. അതുപോലെ ചുട്ടി ലേന. ചുട്ടി ലേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് എടുക്കുക അല്ലേ? സ്കൂളിൽ നിന്ന് ലീവ് എടുക്കുക. ചുട്ടി ലേന. ഈ കാണുന്ന ക്രിയകളുണ്ടല്ലോ, ഈ കാണുന്ന ക്രിയകളൊക്കെ ഹിന്ദി ഭാഷയിൽ എന്താണ്? സ്ത്രീലിംഗമായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഫീമെയിൽ, പെണ്ണായിട്ടാണ് കാണുന്നത്. അപ്പൊ സെന്റൻസിൽ ഈ കാണുന്ന ക്രിയകൾ വരുമ്പോൾ അവിടെ നമ്മൾ പടേഗ എന്നല്ല ഉപയോഗിക്കുക, പടേഗി എന്ന് പറയാം. ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ജാന. ഓക്കെ, ജാന പറഞ്ഞാൽ പോവുക. എനിക്ക് പോണം എന്ന് പറയാ. എനിക്ക് പോണം, ജാന ഹെ, മുझे जाना है അല്ലേ? പോണം, പോവുക, ജാന, പോണം, ജാന ഹെ. വരുക, ആന, വരണം, ആന ഹെ അങ്ങനെ പറയാം. തീർച്ചയായിട്ടും ലിഖന ഹെ, പഠന ഹെ അല്ലേ? വായിക്കണം എന്നുള്ള. പക്ഷേ ഈ ക്രിയകൾ വരുമ്പോൾ അപ്പം ഞാൻ പറയാണ് കോശിഷ് കർണ. ഞാൻ പറയാണ് ക്ഷമിക്കണം, എനിക്ക് ക്ഷമിക്കണം. എങ്ങനെ പറയാ? മുझे കോശിഷ് കർണ ഹെ എന്ന് പറയരുത്. മുझे കോശിഷ് കർണി ഹെ എന്ന് പറയണം. നീ എന്ന് പറയാം. നീ കർണി ഹെ. എന്താ കാരണം? അതിൻ്റെ കാരണം സ്ത്രീലിംഗമാണ്, ഫീമെയിലാണ്. എനിക്ക് പോകണം, മുझे जाना है. എനിക്ക് വരണം, മുझे आना है. സിമ്പിളാണ്. എനിക്ക് എഴുതണം, മുझे लिखना है. എനിക്ക് കല്യാണം കഴിക്കണം. അപ്പോൾ കല്യാണം കഴിക്കുന്ന പറയാ ഷാദി കർണ. മുझे ഷാദി കർണ ഹെ എന്ന് പറയരുത്. മുझे ഷാദി കർണ ഹെ പറയരുത്. മുझे ഷാദി കർണി ഹെ. എന്താ കാരണം? ഇതൊക്കെ എന്താണ്? ഫീമെയിലാണ്, സ്ത്രീലിംഗമാണ്, പെണ്ണായിട്ട് കാണപ്പെടുന്ന ക്രിയകളാണ്. അതുകൊണ്ട് കോശിഷ് കർണി ഹെ
ഷാദി കർണി ഹെ, കർണ ഹെ എന്നല്ല കർണി ഹെ. അതുപോലെ മെഹനത്ത് കർണ ഹെ എന്ന് പറയുന്നത് കർണി ഹെ, മെഹനത്ത് കർണി ഹെ. മദത് കർണി ഹെ, കർണ ഹെ കർണി ഹെ. തയ്യാരി കർണ ഹെ, തയ്യാരി കർണി ഹെ. അതുപോലെ സഫായി കർണ ഹെ, നോ സഫായി കർണി ഹെ, സഫായി കർണി ഹെ. ഓക്കെ. അതുപോലെ പढ़ाई करना है, नो पढ़ाई करनी है, पढ़ाई करनी है. मुझे पढ़ाई करनी है, उसको पढ़ाई करनी है, आपको पढ़ाई करनी है, आपको शादी करनी है, आपको कोशिश करनी है. ഇവിടൊക്കെ എന്താണ് കർണി ഹെ ആണ് വരേണ്ടത്, നീ ആണ് വരേണ്ടത്. കാരണം ഇതൊക്കെ എന്താണ് ഫീമെയിലാണ്. മനസ്സിലായോ? ഒന്ന് ഇവിടെ നോക്കാം. ദവായി, ദവായി, ദവായി ലേനി ഹെ, ലേന എന്ന് പറയുന്നത് ദവായി ലേനി ഹെ. മുझे दवाई लेनी है, मुझे दवाई लेनी है, आपको दवाई लेनी है, उसको दवाई लेनी है, लेनी है. ഓക്കെ. അടുത്താണ് ചുട്ടി ലേന ഹെ എന്ന് പറയുന്നത്, ചുട്ടി ലേനി ഹെ. കാരണം ഇതൊക്കെ എന്താണ് ഫീമെയിൽ, പെണ്ണായിട്ട് കാണപ്പെടുന്ന ക്രിയകളാണ്. ഓക്കെ. ചുട്ടി ലേനി ഹെ, മുझे ചുട്ടി ലേനി ഹെ, ആപ്കോ ചുട്ടി ലേനി ഹെ. ഓക്കെ. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതിൻ്റെ കൂടെ ഒരു കാരണവശാലും കർണ പടേക ഉപയോഗിക്കരുത്, കർണി പടേഗി എന്നാണ്, കർണി പടേഗി. ഓക്കെ. ദവായി ലേനി പടേഗി അല്ലേ? അതല്ല, നോക്കാം. ഇവിടെ കോശിഷ് കർണി പടേഗി, കർണ പടേഗ പറയരുത്, കോശിഷ് കർണി പടേഗി, ഷാദി കർണി പടേഗി, അതുപോലെ മെഹനത്ത് കർണി പടേഗി, അതുപോലെ മദത് കർണി പടേഗി, തയ്യാരി കർണി പടേഗി, സഫായി കർണി പടേഗി, അതുപോലെ ചുട്ടി ലേനി പടേഗി, ദവായി ലേനി പടേഗി. ഓക്കെ. ഇനി നമുക്ക് ഓരോന്നോരെ നോക്കാം. നമ്മുടെ ഒന്നാമത്തെ സെന്റൻസ് ആണ് എന്തെന്നറിയോ? നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ക്ഷമിക്കേണ്ടി വരും, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ക്ഷമിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ? ആപ്കോ അല്ലേ? ആപ്കോ. വീണ്ടും വീണ്ടും ബാർ ബാർ, ആപ്കോ ബാർ ബാർ. ക്ഷമിക്കേണ്ടി വരും എന്ന് പറയാ കോശിഷ് കർണ ഹെ, അല്ല കോശിഷ് കർണ പടേഗ, കോശിഷ് ആണോ? കോശിഷ് കർണി പടേഗി, കോശിഷ് കർണി പടേഗി. അപ്പം എന്തായി? ആപ്കോ ബാർ ബാർ കോശിഷ് കർണി പടേഗി, ആപ്കോ ബാർ ബാർ കോശിഷ് കർണി പടേഗി. ഇവിടെ നമ്മുടെ ഇംഗ്ലീഷിൽ ഉച്ചാരണം കൊടുത്തിട്ടുണ്ട്, ആപ്കോ ബാർ ബാർ കോശിഷ് കർണി പടേഗി. ഓക്കെ. ഹിന്ദി വായിക്കാൻ അറിയാത്തവർക്കാണെങ്കിൽ ഇവിടെ നോക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ സെന്റൻസ് ആണ് അടുത്ത വർഷം. എന്താ പറയുക? അടുത്ത വർഷം അഗലെ സാൽ. എന്താ പറയുക? അഗലെ സാൽ. അഗലെ സാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം എന്നാണ്. അവൻക്ക് കല്യാണം കഴിക്കേണ്ടി വരും, അവൻക്ക് കല്യാണം കഴിക്കേണ്ടി വരും. അപ്പൊ കല്യാണം കഴിക്കാൻ എന്താ പറയാ? ഷാദി കർണ, നീ എന്ന് പറയണം, ഷാദി കർണി. ഓക്കെ. പറയാം ഉസ്കോ, അവൻക്ക് എന്ന് പറയാ ഉസ്കോ കല്യാണം കഴിക്കുക, ഷാദി കർണി പടേഗി. കണ്ടോ? ഷാദി കർണി പടേഗി, കണ്ടോ? കർണി പടേഗി എന്നുവെച്ചാൽ അടുത്ത വർഷം അവൻക്ക് കല്യാണം കഴിക്കേണ്ടി വരും. അഗലെ സാൽ ഉസ്കോ ഷാദി കർണി പടേഗി. ഇനി അടുത്ത വർഷം നിങ്ങൾക്ക് കല്യാണം കഴിക്കേണ്ടി വരും. പറയാം അഗലെ സാൽ ആപ്കോ ഷാദി കർണി പടേഗി, അഗലെ സാൽ ആപ്കോ ഷാദി കർണി പടേഗി. അടുത്ത വർഷം എനിക്ക് കല്യാണം കഴിക്കേണ്ടി വരും. പറയാം അഗലെ സാൽ മുझे ഷാദി കർണി പടേഗി, അഗലെ സാൽ മുझे ഷാദി കർണി പടേഗി. ഓക്കെ. ഇനി നമ്മുടെ മൂന്നാമത് നോക്കാം. എന്താണ്? നിങ്ങൾക്ക് വളരെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് വളരെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. അപ്പം കഠിനാധ്വാനം ചെയ്യുക എന്ന് പറയാം മെഹനത്ത് കർണി പടേഗി. ഓക്കെ. മെഹനത്ത് കർണാണ്. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക? ആപ്കോ വളരെ, ബഹോത് അറിയാലോ, ബഹോത്. ആപ്കോ ബഹോത് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും, മെഹനത്ത് കർണി പടേഗി. സിമ്പിൾ അല്ലേ? മെഹനത്ത് കർണി പടേഗി. ആദ്യം മെഹനത്ത് എഴുതി, അത് കഴിഞ്ഞിട്ട് കർണി പടേഗി. സിമ്പിൾ അല്ലേ? കർണി പടേഗി. ക്ലിയർ? ആപ്കോ ബഹോത് മെഹനത്ത് കർണി പടേഗി. എനിക്ക് നന്നായി കഠിനാധ്വാനം ചെയ്യേണ്ടി വരും, മുझे बहुत मेहनत करनी पड़ेगी, उसको बहुत मेहनत करनी पड़ेगी, आपको बहुत मेहनत करनी पड़ेगी. ഓക്കെ. ഇനി അടുത്താണ് എന്ത്? എനിക്ക് നിങ്ങളെ സഹായിക്കേണ്ടി വരും, എനിക്ക് നിങ്ങളെ സഹായിക്കേണ്ടി വരും. അപ്പം സഹായിക്കുക മദത് കർണ, മദത് കർണ ഫീമെയിൽ ആയതുകൊണ്ട് മദത് കർണി പടേഗി, കർണി പടേഗി. അപ്പോൾ പറയാം എനിക്ക് മുझे, നിങ്ങളെ ആപ്കി മദത്. ഓക്കെ. സഹായിക്കുക ആപ്കി എന്ന് പറയാം, ആപ്കി മദത്. മുझे ആപ്കി മദത് കർണി പടേഗി. ഓക്കെ. മുझे ആപ്കി മദത് കർണി പടേഗി.
ഓക്കെ, മദത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ആക്കിയാണ് വരേണ്ടത്, അല്ലാതെ എന്തൊക്കെയാണെന്ന് അറിയോ, ഇവിടെ കണ്ടോ മദത്ത് പറയുന്നതാണ്, ഫീമെയിലാണ്, ആക്കി ഉപയോഗിച്ചു. മുജേ ആപ്കി മദത് കർണി പടേഗി, എനിക്ക് നിങ്ങളെ സഹായിക്കേണ്ടി വരും. ഓക്കെ, ഇനി അടുത്താണ് നമുക്ക് പരീക്ഷയ്ക്ക് തയ്യാറി, അല്ലെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ തയ്യാറാക്കേണ്ടി വരും, അല്ലെങ്കിൽ തയ്യാറെടുക്കേണ്ടി വരും എന്ന് പറയാം. അപ്പം പറയാം തയ്യാറി കർണ, അല്ലേ, എന്താണ് തയ്യാറി കർണ, തയ്യാറി കർണ. അപ്പം എങ്ങനെ പറയാം, നമുക്ക് ഹമേ അല്ലെങ്കിൽ ഹംകോ എന്ന് പറയാം, ഹമേ അല്ലെങ്കിൽ ഹംകോ, ഹംകോ അല്ലെങ്കിൽ ഹമേ പരീക്ഷാക്ക് തയ്യാറി കർണി പടേഗി, കണ്ടോ കർണി പടേഗി, ഹമേ പരീക്ഷാക്ക് തയ്യാറി കർണി പടേഗി, കർണി പടേഗി. ഇനി അടുത്താണ് നിങ്ങൾക്ക് മുറിയുടെ ക്ലീനിങ് ചെയ്യേണ്ടി വരും, എന്നുവെച്ചാൽ ശുചീകരിക്കേണ്ടി വരും, ശുചീകരണം ചെയ്യേണ്ടി വരും, അല്ലേ, ഇതാണ് നിങ്ങൾക്ക് മുറിയുടെ റൂമിൻ്റെ ക്ലീനിങ് ചെയ്യേണ്ടി വരും. അപ്പം എന്താ പറയുക, കണ്ടോ സഫായി, സഫായി കർണ, സഫായി കർണ. അപ്പോൾ പറയാം നിങ്ങൾക്ക് ആപ്കോ, നിങ്ങൾക്ക് ആപ്കോ കമരയ്ക്ക്, ആപ്കോ കമരയ്ക്ക് സഫായി കർണി പടേഗി, നിങ്ങൾക്ക് മുറിയുടെ ആപ്കോ കമരയ്ക്ക് സഫായി കർണി പടേഗി, ആപ്കോ അല്ലെങ്കിൽ എനിക്ക് പറയണം എനിക്ക് മുറിയുടെ ശുചീകരണം ചെയ്യേണ്ടി വരും. പറയാം മുജേ കമരയ്ക്ക് സഫായി കർണി പടേഗി. പറഞ്ഞു വരുന്നത് ഇതൊക്കെ എന്താണ്, ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം, കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഏറ്റവും കൂടുതൽ ഹിന്ദി ഭാഷ ഏറ്റവും കൂടുതൽ പെണ്ണായിട്ട് കാണപ്പെടുന്ന വെർബുകളാണ് ഉള്ളത്. ഓക്കെ, എന്താണ് പുല്ലിംഗമായിട്ടുള്ള വെർബുകളാണ് ഉള്ളത്, പക്ഷെ കുറച്ച് സ്ത്രീലിംഗം പെണ്ണായിട്ട് കാണപ്പെടുന്ന കുറച്ച് ക്രിയകളുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്ന് അറിഞ്ഞിരിക്കണം. ക്ലിയർ? അപ്പം ഇനി നിങ്ങൾ ഒരു 3-4 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സ് അയക്കുക. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.